ഹായ് ഗൈസ്, ഞാനൊരു മൂവീൻ്റെ റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. സാധാരണ ഞാൻ ചെയ്യാത്തൊരു പരിപാടിയാണ്, എങ്കിലും പറഞ്ഞേ പറ്റൂ. ഞാൻ ദുബായിലാണുള്ളത്. ഇവിടെ കാന്താര റിലീസായി ഇന്ന്. ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടു. എനിക്ക് സുഖമില്ലാതിരിക്കുക, പക്ഷേ കാന്താര ആയതുകൊണ്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി ഇന്ന് കണ്ടു. എന്താ എടുത്തു വച്ചിരിക്കണം, എന്തൊരു മൂവിയാണ്, ഒരു രക്ഷയില്ല. ആ ആദ്യത്തെ കാന്താരയിൽ ഒരു 10 മിനിറ്റ് ലാസ്റ്റത്തെ നമുക്ക് കിട്ടിയൊരു ഗൂസ് ബംബ് ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ പിന്നെ കഥയൊന്നും പറയുന്നില്ല, ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ഫസ്റ്റ് 45 മിനിറ്റ്സ് അതിൻ്റെ കഥയൊക്കെ പറഞ്ഞ് വളരെ നോർമൽ മൂവി പോലെ നമുക്കിങ്ങനെ പോവും. അത് കഴിഞ്ഞ് പിന്നെ മെയിൻ പോർഷൻസിലോട്ട് പോവാണ്. ഒരു രക്ഷയില്ല. പിന്നെ ചില ഷോർട്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഗംഭീര ഷോർട്സൊക്കെ ആയിരുന്നു. പിന്നെ ജയറാമേട്ടനെ നമ്മൾ ട്രെയിലറിന് കണ്ടിരുന്നു, വളരെ കുറച്ചേ കണ്ടുള്ളൂ. പക്ഷേ പുള്ളിക്ക് ത്രൂ ഔട്ട് ഒരു റോളാണ് അതിനകത്തുള്ളത്. അത് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില ഷോർട്സൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ഓർത്തു, ഇങ്ങനെയുള്ളൊരു ഇതൊക്കെ ജയറാമേട്ടന് വളരെ കുറവാണ് കിട്ടിയിരിക്കണതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര രസമുള്ളൂ, ഭയങ്കര ഭംഗിയും ഉണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ എന്താ പറയുക. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ ആക്ടിങ്ങിനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് അറിയാവുന്നതാണ്. പുള്ളി അത് ഒരു 20% കൂടുതലായിട്ടാണ് നമുക്കിതിൽ തന്നിരിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ പടം. മസ്റ്റായിട്ട് തിയേറ്ററിൽ പറ്റിയാൽ ഐമാക്സ് തന്നെ പോയി കാണണം. എനിക്ക് ഐമാക്സിൽ ഇത്തവണ ഇവിടെ കിട്ടിയില്ല. ഇന്ന് ടിക്കറ്റ് നോക്കിയപ്പോൾ ഐമാക്സിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ പോയി കാണാൻ പോവാണ്. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ഒരു എന്താ പറയുക, എവിടെ ഒരു ഡ്രോബാക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ പോയി കണ്ടിട്ട് റിവ്യൂ അങ്ങനെ വരട്ടെ. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ റിവ്യൂ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. മസ്റ്റായിട്ട് പോയി കാണണം. ഓക്കെ.